ജയറാം എന്നോട് ചോദിച്ചു, മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള മനുഷ്യന് എല്ലാ ജീവജാലങ്ങളും എന്താ, ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും നാണക്കേടെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ പറ്റും. എനിക്ക് ആദ്യം മടിയായിരുന്നു ഈ ടോയ്ലറ്റിൽ. ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം എനിക്ക് വൈക്കം മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടി വെച്ചു. അപ്പൊ അവര് അതിന്റെ ഭാഗമായിട്ട് ടോയ്ലറ്റ് കൂടി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. ആ മന്ത്രി ടോയ്ലറ്റ്, ഞാൻ 96 മന്ത്രിയായപ്പോഴേ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു ചമ്മല. ഞാൻ പറഞ്ഞു ഞാൻ വരില്ലെന്ന്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതില്ലെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ. നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ലേ. ഞാനിങ്ങനെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് കേട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നപ്പോൾ ആദ്യമായിട്ട് അവിടുത്തെ അമ്മമാരെന്റെ എന്നെ വളഞ്ഞു വെക്കാനില്ല, അവരൊരു വിഷമം പറയാൻ വേണ്ടി. അവർ പറഞ്ഞത് ഇത്രയാ പറഞ്ഞത്, ഞങ്ങളുടെ നാണക്കേട് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും. എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞങ്ങളുടെ നാണക്കേട് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അത് പരസ്യമായിട്ട് ചെയ്യുന്ന. അപ്പോഴാണ് എനിക്ക് മനസ്സിലായില്ലേ. അപ്പോഴാണ് അവിടെ നമ്മുടെ കൺവെർസേഷൻ പണിയാൻ വേണ്ടി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വലിയൊരു കൺവെർസേഷനാണ്. അപ്പൊ ആ അമ്മമാർ തന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ തോന്നുന്നു കേട്ടോ, അത്രയും നന്നായിട്ടുണ്ട്. അപ്പൊ അത് മനുഷ്യന് ആവശ്യമാണ്. അപ്പൊ ഈ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ജയറാം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ദിവസം വിളിച്ചു, അവിടെ ഇവിടെ ഇല്ല, 100 മീറ്റർ അകലെ പോകണം, ഒരു വീട്ടിലാണ് വേറെ ആൾക്കാരുടെ. അപ്പൊ നമ്മൾ ഇത്രയും സൗകര്യം ഉണ്ടാക്കിയിട്ടും നമുക്ക് 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കാൻ പൈസയുണ്ട്. നമുക്കിവിടെ പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാതെ വരിക. അപ്പൊ നമുക്ക് പ്രാഥമിക സൗകര്യം ഏറ്റവും പ്രധാനം നമ്മുടെ അമ്പലത്തിന് ആവശ്യം. അതുകൊണ്ട് അത് നമ്മുടെ കുറെ ചർച്ചകളാണ്. എല്ലാ അമ്പല പരിസരത്തും നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അച്ഛനും അമ്മയായിട്ട് വരികയായിരിക്കും അല്ലേ. തീർത്ഥാടനത്തിന് വരുന്ന ആളെ അല്ലെങ്കിൽ പ്രാഥമിക ദീർഘദൂരം യാത്ര ചെയ്ത് വരാം. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സൗകര്യം വേണ്ടേ. ഇനി അത് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും വൈകിയെങ്കിൽ അവരവിടെ കിടന്നോട്ടെ, നമ്മൾ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് വരാം, അമ്പലത്തിൽ പോയിട്ടൊക്കെ വരാം. അവർക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം. അപ്പൊ നമ്മുടെ അമ്പലത്തിലേക്ക് വരാനുള്ള പ്രവണത വർദ്ധിക്കും, വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്. അച്ഛനും അമ്മയും കൊണ്ടുവന്നാലും അവർക്ക് അവിടെ സുരക്ഷിതമായിട്ട് അവരെ ഏൽപ്പിച്ച് പോവാം എന്ന് വന്നു കഴിഞ്ഞാൽ അവര് ഇവിടുന്ന് എന്ത് ചെയ്തു, ഇവിടെ അമ്പലത്തോട് നേരെ ഒന്ന് പോയി അപ്പുറത്ത് പോയി പർച്ചേസിങ് നടത്തി ഇങ്ങനെ വരും. അങ്ങനെ നമ്മുടെ അങ്ങനെയുള്ളൊരു വികസനം വരും. ആ രീതിയിലാണ് നമ്മൾ ഈ പരിപാടികൾ പ്ലാൻ ചെയ്തത്. നമ്മുടെ ദേവാങ്കണങ്ങൾ ചാരുഹരിതമാകുക എന്നുള്ളതിന്റെ സങ്കല്പം അത് മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അത് കേവലം നമ്മുടെ അമ്പലങ്ങൾ മാത്രം പോരാ, ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങൾ മാത്രമല്ല, നമ്മൾ സ്വകാര്യ ട്രസ്റ്റുകൾ, സ്വകാര്യ ക്ഷേത്രങ്ങൾ, അവിടെ എല്ലാം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പള്ളികളും മോസ്കുകളും എല്ലാം ഈ പദ്ധതി വെച്ചെടുക്കും. ദേവാലയങ്ങളെല്ലാം മനുഷ്യന് നന്മ ചെയ്യുന്ന കേന്ദ്രങ്ങളായി മാറണം അല്ലേ. ആണോ? മനുഷ്യന് നന്മ ചെയ്യാത്ത ഒരു ദേവാലയവും കാര്യമുണ്ടോ? അപ്പൊ മനുഷ്യൻ നന്മ ചെയ്യുകയാണ് നമ്മുടെ ദേവാലയങ്ങളുടെ ലക്ഷ്യം എന്ന് നമ്മൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ എല്ലാ മനുഷ്യരും